ഞങ്ങളെ കൂടി അവരിരുത്തിയത് ഇവർ രണ്ടുപേരും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്താൽ അത് ചോദ്യം ചെയ്യാനുള്ള മൂന്നാമത്തെ ശക്തി നിങ്ങളാണ് എന്ന കൃത്യമായ നിലപാടാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി വിചാരിച്ചാൽ ഒരൊറ്റ ഫയലിൽ ഒപ്പിട്ടാൽ തീരാവുന്ന വിഷയം അത്രയേ ഉള്ളൂ. അതിന് മുകളിലൊന്നുമില്ല ഇതിനകത്ത്. പ്രതിഷേധിക്കാനായി നാമജപ ഘോഷയാത്ര നടത്തിയ അമ്മമാരും പെങ്ങന്മാരും അമ്മൂമ്മമാരും അടക്കമുള്ള അതിൽ ധാരാളം പേര് സ്ത്രീകളാണ്. ഒരു ഘട്ടത്തിലും ഒരു പൊതു രാഷ്ട്രീയ പരിപാടിക്കോ അല്ലെങ്കിൽ ഒരു പൊതുപരിപാടിക്കോ പോലും ഇറങ്ങി നിൽക്കാത്ത വീട്ടിൽ നിന്നുള്ള അമ്മമാർ പോലും നാമജപ ഘോഷയാത്രകൾക്കും അതുപോലെ തന്നെ ദീപം തെളിയിക്കാനും ഒക്കെ ഇറങ്ങി പുറത്തേക്ക് വന്നത് ശബരിമല ശാസ്താവിന് നേരെ നടന്നിട്ടുള്ള ഒരു അതിക്രമത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ എതിർക്കണം എന്നുള്ള കൃത്യമായ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. പത്തനംതിട്ടയിൽ ഒരു ചേട്ടൻ്റെ തലയിലേക്ക് കല്ലെറിഞ്ഞുകൊണ്ട് CPM ഓഫീസിൽ നിന്ന് കല്ലെറിഞ്ഞ ഒരാളെ കൊന്നപ്പോൾ അയാളുടെ വീട്ടിൽ പോയി നിങ്ങൾ കാണിച്ചത് രാഷ്ട്രീയത്തിൻ്റെ നാണം കെട്ട രാഷ്ട്രീയമല്ലെങ്കിൽ നിങ്ങൾ ആ കേസുകൾ എഴുതി തള്ളാൻ തയ്യാറാവണം. അതിന് PD സതീശന് സമയമില്ല. പക്ഷേ PD സതീശൻ്റെ പിള്ളേരെ തൊട്ടവർക്കെതിരെ കേസെടുക്കാനും അവർക്കെതിരെ നടപടിയുമായി മുന്നോട്ട് പോകാനും SIT രൂപീകരിക്കാനും ഒക്കെ PD സതീശന് സമയമില്ല. എങ്ങനെ നടത്തും ചേട്ടാ? സോണിയാഗാന്ധിയോട് ചോദിക്കണ്ടേ എന്തിനാ വന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി? മറുപടി പറയണ്ടേ? അടൂർ പ്രകാശ് UDF കൺവീനറാണ്, എങ്ങനെ ചോദിക്കും? പക്ഷേ ഈ സർക്കാർ ശബരിമല കേസുകളെ കാറ്റഗറൈസ് ചെയ്യാൻ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ആ ഉദ്ദേശം UDF കയ്യിൽ വെച്ചിരുന്നാൽ മതി. എല്ലാ സമരങ്ങളും ഈ പറയുന്ന യുവതീ പ്രവേശനത്തിനെതിരായ സമരങ്ങളായിരുന്നു. എല്ലാ സമരങ്ങളും നാമജപ സമരങ്ങളായിരുന്നു. ഒരു സമരം പോലും അക്രമ സമരങ്ങളായിട്ടില്ല. നന്ദു, ശബരിമലയിലെ നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാർ എടുത്തിട്ടുള്ള ധാരാളം കേസുകളുണ്ട്. റോഡിലിറങ്ങി അന്ന് പ്രതിഷേധിക്കാനായി നാമജപ ഘോഷയാത്ര നടത്തിയ അമ്മമാരും പെങ്ങന്മാരും അമ്മൂമ്മമാരും അടക്കമുള്ള അതിൽ ധാരാളം പേര് സ്ത്രീകളാണ് അടക്കമുള്ള ആയിരക്കണക്കിന് ആൾക്കാരെയാണ് കേസുകളിൽ പ്രതി ചേർത്തിരിക്കുന്നത്. ഈ സർക്കാർ വന്നിട്ട് ഉടൻ അത് കേസുകൾ പിൻവലിക്കാം, ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ പിൻവലിക്കാമെന്നൊക്കെയാണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനും ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവർ ഒരു ദിവസം പോലും വൈകില്ല ഞങ്ങളുടെ സർക്കാർ വന്നാൽ എന്ന് രമേശ് ചെന്നിത്തല പ്രസംഗിക്കുന്നത് പല വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട്. നാളെ 10ാമത്തെ ദിവസമാണ് ഈ സർക്കാർ കയറിയിട്ട്. 10 ദിവസമാണ്. ഈ 10 ദിവസമായിട്ട് ഇതിനെക്കുറിച്ച് ഒരാൾക്കും ഒന്നും മിണ്ടാനുമില്ല. ഈ സർക്കാരിൻ്റെ ഓരോ കാര്യങ്ങളുള്ള പ്രതിബദ്ധത എവിടെയാണ് നിൽക്കുന്നത്? അല്ല, നമ്മളതിനകത്ത് നമ്മൾ നോക്കേണ്ടത് ശബരിമല പ്രക്ഷോഭം എന്ന് പറയുന്നത് ഞാൻ കാണുന്നത് ഒരു സ്വാതന്ത്ര്യ സമര ഘട്ടം കഴിഞ്ഞാൽ അത്തരത്തിൽ വീടുകളിൽ നിന്ന് അമ്മമാരും സഹോദരിമാരും, നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അമ്മമാരും സഹോദരിമാരും ആബാലവൃദ്ധ ജനങ്ങളും തെരുവിലേക്ക് ഇറങ്ങിയ ഒരു സമരം പിന്നെ നമ്മൾ കാണുന്നത് ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പോൾ പല വീട്ടിലെയും ഒരു ഘട്ടത്തിലും ഒരു പൊതു രാഷ്ട്രീയ പരിപാടിക്കോ അല്ലെങ്കിൽ ഒരു പൊതുപരിപാടിക്കോ പോലും ഇറങ്ങി നിൽക്കാത്ത വീട്ടിൽ നിന്നുള്ള അമ്മമാർ പോലും നാമജപ ഘോഷയാത്രകൾക്കും അതുപോലെ തന്നെ ദീപം തെളിയിക്കാനും ഒക്കെ ഇറങ്ങി പുറത്തേക്ക് വന്നത് ശബരിമല ശാസ്താവിന് നേരെ നടന്നിട്ടുള്ള ഒരു അതിക്രമത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ എതിർക്കണം എന്നുള്ള കൃത്യമായ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. അന്ന് UDF പറഞ്ഞിരുന്നൊരു നിലപാടുണ്ട്. ഇത് പിണറായി വിജയൻ ഒരു ഡിക്റ്റേറ്ററെ പോലെ പെരുമാറുന്നു, പിണറായി വിജയൻ ഏകാധിപതിയായി പെരുമാറുന്നു, സാധാരണപ്പെട്ട അമ്മമാർക്കെതിരെ കേസെടുക്കുന്നു, ഇതൊക്കെ വളരെ മോശമാണ്. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അന്ന്, അതായത് 5 വർഷം മുൻപത്തെ കാര്യം ഞാൻ പറയുന്നത്, അപ്പോൾ അന്ന് അവർ പറഞ്ഞു ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ഞങ്ങളിവിടെ വച്ച് പൊറപ്പിക്കില്ല, ഞങ്ങൾ ഇതിനെല്ലാം എഴുതിത്തള്ളും, ഒരാളുടെ പേരിൽ കേസ് ഉണ്ടാവില്ല എന്നൊക്കെയാണ് അവർ പല സ്ഥലത്തും താങ്കൾ പറഞ്ഞതുപോലെ മൈക്ക് കെട്ടി വെച്ച് പ്രസംഗിച്ചത്. അതിനുശേഷം ഈ ഇലക്ഷൻ സമയത്തും കൃത്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിനകത്തൊരു മന്ത്രിസഭയുണ്ടായി, ഞങ്ങൾ പറഞ്ഞ വാക്കുകളെല്ലാം ഒരു ദിവസം രാവിലെ പാലിക്കപ്പെടും എന്ന് വിശ്വസിക്കുന്നയാളൊന്നുമല്ല. പക്ഷേ ഇത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി വിചാരിച്ചാൽ ഒരൊറ്റ ഫയലിൽ ഒപ്പിട്ടാൽ തീരാവുന്നൊരു വിഷയം അത്രയേ ഉള്ളൂ. അതിന് മുകളിലൊന്നുമില്ല ഇതിനകത്ത്. കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി വിചാരിച്ചാൽ ഒരൊറ്റ ഫയലിൽ ഒപ്പിട്ട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി വിചാരിച്ചാൽ ഒരൊറ്റ ഫയലിൽ ഒപ്പിടുന്നതോടുകൂടി ഈ പ്രശ്നം തീരുകയാണ്. പക്ഷേ അങ്ങനെ ഒരു പ്രശ്നം തീർക്കാൻ എന്തുകൊണ്ട് 10 ദിവസം? അതേസമയം അവർ നടത്തിയിട്ടുള്ള പൊളിറ്റിക്കൽ സമരം, അവർ നടത്തിയിട്ടുള്ള നവകേരള സദസ്സിനെതിരെയുള്ള പൊളിറ്റിക്കൽ സമരം, അത് കേസെടുക്കണം, അതിനെതിരായിട്ടുള്ള ശിക്ഷ കൊടുക്കണം, അതിനൊന്നും എനിക്ക് എതിർപ്പില്ല. പക്ഷേ ആ പൊളിറ്റിക്കൽ സമരത്തെ വളരെ ഗൗരവത്തോടെ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലെ ആദ്യത്തെ വിഷയമായി ആദ്യത്തെ എജൻഡയായി വെച്ച് അയാൾക്കെതിരെ നടപടിയെടുക്കാൻ VD സതീശൻ തയ്യാറാവുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിലെ വിശ്വാസി സമൂഹത്തിനോട് പറഞ്ഞ വാക്ക് പാലിക്കുന്നില്ല എന്ന ചോദ്യം കൃത്യമാണ്. ആ ചോദ്യത്തിന് VD സതീശൻ മറുപടി പറയണം, UDF മറുപടി പറയണം, രമേശ് ചെന്നിത്തല മറുപടി പറയണം, അതുപോലെ തന്നെ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാർ മറുപടി പറയണ്ടേ? ആ ചോദ്യം ഞങ്ങൾക്ക് അവിടുത്തെ അമ്മമാർ, ഈ സാധാരണപ്പെട്ട അമ്മമാരെ പോലീസിൻ്റെ ബൂട്ടിട്ട് ഇവിടുത്തെ CPM പോലീസുകാർ ചവിട്ടിത്തള്ളിയിട്ടപ്പോൾ
നിങ്ങൾ വന്ന് നിന്ന് ഒഴുക്കിയ മുതലക്കണ്ണീരുകളെല്ലാം കാപട്യമല്ലെങ്കിൽ, ഇവിടെ സാധാരണപ്പെട്ട ആളുകൾ, വിശ്വാസികൾ ഇവിടെ ജയിലുകൾക്കുള്ളിലേക്ക് പോയപ്പോൾ അവിടെ നിങ്ങൾ വന്ന് പൊഴിച്ചു പോയത് മുതലക്കണ്ണീരല്ലെങ്കിൽ, ഇവിടുത്തെ സാധാരണപ്പെട്ട പത്തനംതിട്ടയിൽ ഒരു ചേട്ടൻ്റെ തലയിലേക്ക് കല്ലെറിഞ്ഞുകൊണ്ട് CPM ഓഫീസിൽ നിന്ന് കല്ലെറിഞ്ഞ ഒരാളെ കൊന്നപ്പോൾ അയാളുടെ വീട്ടിൽ പോയി നിങ്ങൾ കാണിച്ചത് രാഷ്ട്രീയത്തിൻ്റെ നാണം കെട്ട രാഷ്ട്രീയമല്ലെങ്കിൽ നിങ്ങൾ ആ കേസുകൾ എഴുതിത്തള്ളാൻ തയ്യാറാവണം. CPM നടത്തിയിട്ടുള്ള, LDF നടത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള നിലപാടിനെ തിരുത്താൻ നിങ്ങൾക്ക് തയ്യാറുണ്ട് എന്ന് പറഞ്ഞ് വോട്ട് വാങ്ങിയവർ അത് തിരുത്തി കാണിച്ചിട്ട് വേണം ഞങ്ങളോട് രാഷ്ട്രീയം പറയാൻ. അപ്പോൾ അതിന് VD സതീശന് സമയമില്ല. പക്ഷേ VD സതീശൻ്റെ പിള്ളേരെ തൊട്ടവർക്കെതിരെ കേസെടുക്കാനും അവർക്കെതിരെ നടപടിയുമായി മുന്നോട്ട് പോകാനും SIT രൂപീകരിക്കാനും ഒക്കെ VD സതീശന് സമയമുണ്ട്. അപ്പോൾ നിങ്ങളും CPMൻ്റെ വഴിയിലാണ്, നിങ്ങളും നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഇവിടുത്തെ പൊതുസാമാന്യ ജനത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്കൊരു താല്പര്യവും ഇല്ല എന്നുള്ളത് കൃത്യമാണ്. അത് ഇനി വേണമെങ്കിൽ നമുക്ക് വനിതകൾക്കുള്ള സൗജന്യ യാത്രയൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് തന്നെ ക്ലബ് ചെയ്യാം. കാരണം ആദ്യം മെയ് 15 പറഞ്ഞു, അത് മാറി ഇപ്പോൾ ജൂൺ 15 മെയ് 15 നടക്കാത്തത് ഞങ്ങളുടെ ആരുടെയും കുറ്റം കൊണ്ടല്ല, അവരുടെ ഉള്ളിലെ കുറ്റം കൊണ്ടാണ്. ഞങ്ങളാരും അവരോട് 5-ാം തീയതി 6-ാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യേണ്ടെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. അവരുടെ ഉള്ളിൽ വീതം വെച്ച് തീരാത്തത് കൊണ്ടാണ് അവർ മെയ് 15-ാം തീയതി മാറ്റേണ്ടി വന്നത്. അതിന് ഞങ്ങളെ ആരെയും പഴി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ശരി, ജൂൺ 15-ാം തീയതി നിങ്ങൾ നടത്തുന്നു, നല്ല കാര്യം, അതിനെ ഒന്നും ഞങ്ങൾ ഒപ്പോസ് ചെയ്യുന്നില്ല. പക്ഷേ ഈ നാട്ടിലെ വിശ്വാസി സമൂഹത്തോട് നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് കേവലമായ കേസുകൾ എഴുതി തള്ളുക മാത്രമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്, ശബരിമലയിൽ നടന്നിട്ടുള്ള ആചാര ലംഘനങ്ങൾക്ക് കൂട്ടുനിന്ന ആളുകളുണ്ട്, ശബരിമലയ്ക്കകത്ത് ശബരിമലയുടെ വിശുദ്ധിയെ, ശബരിമലയുടെ പരിപാവനതയെ കളങ്കപ്പെടുത്തിയ നിരവധിയായ വിഷയങ്ങളുണ്ട്. ഈ വിഷയങ്ങളിലൊക്കെ നിങ്ങളുടെ നിലപാട് എന്താണെന്ന് അറിയാൻ കേരളത്തിലെ സാധാരണപ്പെട്ട ജനങ്ങൾക്കും BJPക്കും താല്പര്യമുണ്ട്. ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഞങ്ങൾ താല്പര്യം ഇല്ല എന്നൊന്നും പറയാൻ പോകുന്നില്ല, ഞങ്ങൾ താല്പര്യമുണ്ട്. ഇപ്പോൾ 5 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ രക്ഷാപ്രവർത്തനം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ 5 പേരെ കൃത്യമായി അവരുടെ ആളുകൾ ബന്ധപ്പെടുന്ന, സ്വന്തമെന്ന് തോന്നുന്ന ആളുകൾ ബന്ധപ്പെട്ട കേസുകളും എല്ലാം അവർ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. നാമജപ ഘോഷയാത്രയിൽ ഇരകളാക്കപ്പെട്ട സ്ത്രീകളുണ്ട്, ഈ നാട്ടിലെ അമ്മമാർ. അവരോട് UDFന്റെ നയം ചിറ്റമ്മ നയമാണെന്നുള്ളതിന്റെ ഒന്നാമത്തെ തെളിവാണിത്. അത് അവിടെ നിൽക്കണം. സ്വർണ്ണക്കൊള്ള കേസിൽ CBI അന്വേഷണം നടത്താം എന്നിവരുടെ വാക്കുണ്ടായിരുന്നു. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ അന്വേഷണം നടത്താം. രണ്ടാമത്തെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞു. നാളെ 10ാമത്തെ ദിവസമാകുന്നു. ഈ 2 മന്ത്രിസഭാ യോഗത്തിൽ ഈ സ്വർണ്ണക്കൊള്ള കേസിനെ കുറിച്ച് യാതൊരു പരാമർശം പോലും എങ്ങനെ നടത്തും ചേട്ടാ? സോണിയാഗാന്ധിയോട് ചോദിക്കണ്ടേ എന്തിനാ വന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി? മറുപടി പറയണ്ടേ? അടൂർ പ്രകാശ് UDF കൺവീനറാണ്, എങ്ങനെ ചോദിക്കും? ചേട്ടാ, ഇതിനകത്ത് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, ഞങ്ങൾ അന്നും പറഞ്ഞു, ഇന്നും പറയുന്നു, VD സതീശൻ ജയിച്ചു, 102 സീറ്റ് കിട്ടി, UDF അധികാരത്തിൽ വന്നു, അതൊക്കെ ശരിയാണ്. ഞങ്ങൾ അതിനെ ഒന്നും, ജനങ്ങളുടെ വോട്ടിങ്ങിനെയും ജനങ്ങൾ നടത്തിയിട്ടുള്ള ജനാധിപത്യത്തിൽ ജനങ്ങളുടെ ഇടപെടലുകളെയൊന്നും ഞങ്ങൾ എതിർക്കുന്നില്ല. ഞങ്ങൾ ഒരിക്കലും ഒരു ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ നിങ്ങൾ വോട്ട് ചൊരിയിലൂടെയാണ് വന്നതെന്നൊന്നും ഞങ്ങൾ പറയില്ല. ഞങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ജനാധിപത്യ വിരുദ്ധ നിലപാടില്ല. ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. ഞാൻ എൻ്റെ സ്റ്റാൻഡ്, BJPയുടെ സ്റ്റാൻഡ്, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെതിരായി ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ചൊരിയുന്ന സ്റ്റാൻഡ് ഞങ്ങൾക്കില്ല. കാരണം അത് അവരോടല്ല ഞങ്ങൾ നീതികേട് കാണിക്കുന്നത്, അവർക്ക് വേണ്ടി വോട്ട് ചെയ്ത സാധാരണപ്പെട്ട ജനങ്ങളോടാണ്. ഞങ്ങൾക്ക് ജനങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള പാർട്ടിയാണ് BJP. 1% പോലും ജനങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റിൽ നിന്ന് പുറകോട്ട് പോവുകയുമില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ ചോദ്യം സ്പെസിഫൈ ചെയ്ത് ഞങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ 10 ദിവസം അധികാരത്തിലേക്ക് വന്നു, നിങ്ങൾ മെയ് 4-ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വന്നിട്ട് ഇത്രയും ദിവസം മാറിയതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം നിങ്ങൾക്കാന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അപ്പോഴും എന്തുകൊണ്ട് ഈ പറഞ്ഞ ശബരിമല സ്വർണ്ണക്കേസിലെ പ്രതികൾക്കെതിരായിട്ടുള്ള CBI അന്വേഷണം? നിങ്ങൾ പറയുന്നത് CPM ആണ് ഇത് ചെയ്തതെന്ന് പറയണമെങ്കിൽ നിങ്ങൾ ആദ്യത്തെ നിങ്ങളുടെ ഡിസിഷൻ എന്താവണം? ആ CPMൻ്റെ കള്ളന്മാരെ മുഴുവൻ ഞങ്ങൾ തുറങ്കിലടയ്ക്കുമെന്ന് പത്തനംതിട്ട ജില്ലയിലടക്കം കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ നിങ്ങൾ പ്രസംഗിച്ചത് ശബരിമലയുടെ പരിപാവനത കളങ്കപ്പെടുത്തിയ മുഴുവൻ ആളുകളെ ഞങ്ങൾ തുറങ്കിലുള്ളിലാക്കും. ആ നിലപാടുണ്ടെങ്കിൽ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിക്കുമെന്നല്ലേ പറഞ്ഞത്? എന്തുകൊണ്ട് ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ VD സതീശൻ ആ കാര്യം തീരുമാനിച്ചില്ല? എങ്ങനെ കൊണ്ടുവരും ചേട്ടാ? ആന്റണി ആരാണ്? പത്തനംതിട്ട MP ആണ്, കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചു പോയ MP. ആരാണ് ഈ പറയുന്ന ആറ്റിങ്ങൽ MP ആയിട്ടുള്ള അടൂർ പ്രകാശ്? UDFന്റെ ചെയർമാനാണ്. എങ്ങനെ പോവേണ്ടത്? എങ്ങോട്ടേക്കാണ്? സോണിയാഗാന്ധിയുടെ വസതിയിലേക്കാണ് അന്വേഷണത്തിന് ഉദ്യോഗസ്ഥന്മാർ പോവേണ്ടത്. CBI അന്വേഷണം കൂടി പ്രഖ്യാപിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഈ പാർട്ടിക്ക് ഒരു ദേശീയ നേതാവ് വേണ്ടേ? ഈ പാർട്ടിക്ക് സംസ്ഥാനത്ത് നേതാക്കന്മാർ വേണ്ടേ? അവരെയൊക്കെ നമ്മൾ എവിടെ പോയി കാണേണ്ടി വരും?
പിന്നെ നമ്മൾ എവിടെ പോയി കാണേണ്ടി വരും ഇവരെയൊക്കെ കേരളത്തിലെയും അല്ലെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ജയിലുകളിൽ പോയി കാണേണ്ടി വരില്ലേ? അപ്പം ഞങ്ങൾ ഭരിക്കുമ്പോൾ ഇന്നലെ വരെ ഞങ്ങൾ അധികാരത്തിന് വേണ്ടി പിണറായി വിജയനെ ഞങ്ങൾ എതിർത്തിട്ടുണ്ടാവും. പക്ഷേ പിണറായി വിജയന് ഞങ്ങൾ സഖ്യകക്ഷികളാണ് എന്ന് വി.ഡി. സതീശന് കൃത്യമായ ബോധ്യമുണ്ട്. വി.ഡി. സതീശൻ ഇവിടെ വന്നിരുന്ന് പിണറായി വിജയനെ എതിർക്കുമ്പോഴും ഇതിൻ്റെ പുറത്തു പോകുമ്പോൾ പിണറായി വിജയനോടൊപ്പം ഇരിക്കേണ്ടയാളാണ് താൻ എന്ന കൃത്യമായ ബോധ്യം ഈ പറയുന്ന വി.ഡി. സതീശനുണ്ട്. അതുകൊണ്ട് വി.ഡി. സതീശൻ CBI അന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് ഞങ്ങൾ വ്യക്തിപരമായി പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹം പ്രഖ്യാപിച്ചാൽ അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയും ചെയ്യും, ഒരു സംശയവും വേണ്ട. വി.ഡി. സതീശൻ ഈ CBI അന്വേഷണം പ്രഖ്യാപിക്കാതിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വാക്കും തെറ്റിക്കുന്ന അവസ്ഥയാണ്. ഇതുപോലെ നിരവധി വാക്കുകളാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഞാൻ അധികാരത്തിൽ കയറുമ്പോൾ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ചുട്ട കോഴിയെ പറപ്പിക്കും, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന 2-3 ഉദാഹരണങ്ങൾ, നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന 2-3 ഉദാഹരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം. അത് മാത്രമല്ല, ശബരിമലയെ ബന്ധപ്പെട്ട് അതിലെ പൂജാദ്രവ്യ വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ അഴിമതി, ഗണപതി ഹോമത്തിന്റെ രസീത് എഴുതിച്ചു എന്ന് പറയുന്ന ഉണ്ടായിട്ടുള്ള ആരോപണം, ഇതെല്ലാം ഈ ദേവസ്വം മന്ത്രിയുടെയും UDF സംവിധാനത്തിന്റെയും അവരുടെ മുഖ്യമന്ത്രിയുടെയും മുമ്പിൽ നിൽക്കുകയാണ്. ഇതിനെക്കുറിച്ചൊക്കെ ഇവരോട് അക്ഷരം വേണ്ടിയിട്ടില്ല. അല്ല, ഇതിനകത്ത് ഏട്ടാ പ്രധാനപ്പെട്ട വിഷയം നമ്മളതിനകത്ത് നോക്കേണ്ടത് ശബരിമല എന്നുള്ളൊരൊറ്റ പോയിന്റില്ല നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ദേവസ്വം ബോർഡുകൾക്കകത്ത് നടക്കുന്ന അഴിമതികൾ എന്ന് പറയുന്നത് തീവട്ടിക്കൊള്ളയേക്കാൾ വലിയ അഴിമതികളാണ് ദേവസ്വം ബോർഡിനകത്ത് നടക്കുന്നത്. അത് ചെറിയ ക്ഷേത്രങ്ങളിൽ തുടങ്ങി മഹാക്ഷേത്രങ്ങൾ വരെ വലിയ രീതിയിലുള്ള അഴിമതി, പല തലത്തിൽ പല രീതിയിൽ വ്യത്യസ്തമായ അഴിമതികളാണെന്നേ ഉള്ളൂ, പക്ഷെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ UDFന്റെ ഭരണകാലത്ത് മുൻ ദേവസ്വം മന്ത്രിയുടെ ബന്ധുവിൻ്റെ പേരിൽ അവിടെ പാത്ര അഴിമതി നടന്നിട്ടുണ്ട്. എന്ത് നിലപാടാണ് എടുത്തത്? അപ്പോൾ ഞങ്ങളുടെ സ്റ്റാൻഡ്, BJPയുടെ സ്റ്റാൻഡ് കഴിഞ്ഞ ഒരു 20 വർഷത്തെ ഈ പറയുന്ന ദേവസ്വം ബോർഡുകൾ, അന്ന് വി.ഡി. സതീശനും ആ നിലപാടുണ്ടായിരുന്നു. പിന്നീട് വി.ഡി. സതീശൻ അതിൽ നിന്ന് മലക്കം പറഞ്ഞതാണ്. അതായത് ഇതിനകത്തുള്ള മുഴുവൻ അസറ്റുകളെ കുറിച്ച്, ദേവസ്വം ബോർഡിന് കീഴിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളിലെയും മുഴുവൻ അസറ്റുകളെക്കുറിച്ച്, ദേവസ്വം ബോർഡിലെ കയ്യിലുള്ള സ്ഥാപന ജംഗമ വസ്തുക്കളെക്കുറിച്ച്, അതുപോലെ തന്നെ അവരുടെ കയ്യിലുള്ള ദേവസ്വം ബോർഡിൻ്റെ കൈകളിൽ ഓരോ ക്ഷേത്രങ്ങളുടെയും കൈവശമുള്ള സ്വർണ്ണാഭരണങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ലിസ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതില്ലാത്തത് കൊണ്ടാണ് കട്ടളപ്പാളി അഴിച്ചു കൊണ്ടുപോയപ്പോൾ ഇതിൻ്റെ ഗ്രാം അന്വേഷിക്കാൻ നമ്മൾ എത്ര ദിവസം നടന്നു? കട്ടളപ്പാളി ഏതാണെന്ന് അന്വേഷിക്കാൻ എത്ര ദിവസം നടന്നു? പിന്നെ അത് ലോഹമാണ് അല്ല, സ്വർണ്ണമാണ് അല്ല, എന്തുകൊണ്ടാണ് വന്നത്? നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു കണക്ക്, ഒരു രജിസ്റ്റർ നമ്മുടെ കയ്യിലില്ല. ഇന്ന് ആധുനിക കാലത്ത് 2026 നമ്മൾ സംസാരിക്കുമ്പോൾ സാങ്കേതിക വിദ്യ ഉൾപ്പെടെ വളരെ പവർഫുള്ളായി നമ്മുടെ ടെക്നോളജി വികസിച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ട് ഇതിനൊക്കെ ഒരു ഓൺലൈൻ സംവിധാനത്തിലൂടെ എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന, ഏതൊരു ഭക്തനും സുതാര്യമായി അറിയാൻ സാധിക്കുന്ന, ദേവൻ ഇന്ന പ്രോപ്പർട്ടികളുണ്ട്, ദേവൻ ഇന്ന സ്വത്തുക്കളുണ്ട്, ദേവന് എന്തൊക്കെയാണ് ദേവന് നടത്തുന്ന നിവേദ്യങ്ങൾ എന്തൊക്കെയാണ്, അതിന് എത്ര രൂപയാണ്, അതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, ഇതിനെല്ലാം ഇന്ന് ഓൺലൈൻ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ സമയത്തും ഇത്തരത്തിലുള്ള പർച്ചേസുകൾ ഞാൻ വ്യക്തിപരമായി അറിഞ്ഞ ചില ആ സമയത്തൊക്കെ അറിഞ്ഞത്, ശർക്കര വാങ്ങും. ഈ അരവണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മണ്ഡലകാലത്തിനോടനുബന്ധിച്ച് ശർക്കര വാങ്ങും. അപ്പോൾ ശർക്കരയ്ക്ക് കാവൽ നിൽക്കാൻ വേണ്ടിയിട്ട്, ആന വരാതിരിക്കാൻ കാവൽ നിൽക്കാൻ വേണ്ടിയിട്ട് വാച്ചർമാരുടെ എണ്ണം പെരുപ്പിച്ച് കാണിച്ച് അതിൽ നിന്ന് പൈസ തട്ടുന്നവരുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു കറവ പശുവായി പോലും, എന്നിട്ട് ഈ ശർക്കരകൾ നശിച്ചു കഴിഞ്ഞാൽ ഇതിനെ ലേലം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ബ്ലാക്കിൽ വിൽക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അത് ഞാൻ പറയുന്നത് ശബരിമല മാത്രമാണ്. ഇങ്ങനെ മഹാക്ഷേത്രങ്ങളും ചെറുക്ഷേത്രങ്ങളുമായിട്ടുള്ള നിരവധിയായ ക്ഷേത്രങ്ങൾ കേരളത്തിലെ, ആ ക്ഷേത്രങ്ങളിലെ മുഴുവൻ ഭക്തർ കൊടുക്കുന്ന കാണിക്ക ആരുടെയൊക്കെയോ കൈകളിലേക്ക് പോകുന്നില്ലേ എന്ന സംശയം കേരളത്തിലെ ഭക്തസമൂഹത്തിനുണ്ട്. അത് നിവർത്തിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് വി.ഡി. സതീശൻ അധികാരത്തിലേക്ക് വരുന്നത്, UDF അധികാരത്തിലേക്ക് വരുന്നത്. അത് നിവർത്തിക്കേണ്ട ഉത്തരവാദിത്തം വി.ഡി. സതീശനുണ്ട്. അത് നിവർത്തിച്ചേ മതിയാകൂ. അത് നിവർത്തിക്കാൻ വി.ഡി. സതീശൻ തയ്യാറായില്ല എങ്കിൽ അവിടെ ചോദ്യം ചെയ്യാൻ കെൽപ്പുള്ളൊരു പാർട്ടിയായി BJP ഒപ്പോസിഷനിലുണ്ട്. ഞങ്ങൾ ആ നിലപാട് സ്വീകരിക്കും. ഞങ്ങളിപ്പോൾ എന്നാണോ സഭ തുടങ്ങുന്നത് അന്ന് തന്നെ ഞങ്ങളുടെ ആദ്യത്തെ ചോദ്യം, എന്തുകൊണ്ട് ഈ പറയുന്ന ശബരിമല സമരവുമായി ബന്ധപ്പെട്ട്, നാമജപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളുടെയും, അത് ഇന്ന കാറ്റഗറി എന്നൊന്നുമില്ല, ആരൊക്കെയാണോ ശബരിമല യുവതീ പ്രവേശനത്തിനെതിരായി സമരം ചെയ്തിട്ടുള്ളത്, ശബരിമല യുവതീ പ്രവേശനത്തിനെതിരായി നടന്നിട്ടുള്ള മുഴുവൻ സമരങ്ങളുടെ കേസുകളും പിൻവലിക്കണം എന്നുള്ള നിലപാട് ഞങ്ങൾ സഭയ്ക്കകത്ത് ആദ്യം ഉന്നയിക്കാൻ പോകുന്നത് ഞങ്ങളാണ്. നോക്കിക്കോളൂ. പക്ഷേ ഈ സർക്കാർ ശബരിമല കേസുകളെ കാറ്റഗറൈസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ആ ഉദ്ദേശം കയ്യിൽ വെച്ചിരുന്നാൽ മതി. ആ ഉദ്ദേശം UDF കയ്യിൽ വെച്ചിരുന്നാൽ മതി. അങ്ങനെ കാറ്റഗറൈസ് ഒന്നുമില്ല.
ഇവിടുത്തെ മുഴുവൻ സമൂഹവും, മുഴുവൻ വിശ്വാസി സമൂഹവും ഒരുമിച്ചിറങ്ങി നിന്നുള്ളൊരു പോരാട്ടമാണ് നടത്തിയത്. ആ പോരാട്ടത്തിൽ ഇന്നയാളുടെ സമരം കൊള്ളാം, അത് നല്ല സമരം, ഇത് ചീത്ത സമരം, അങ്ങനെ ഒരു സമരമില്ല. എല്ലാ സമരങ്ങളും ഈ പറയുന്ന യുവതീ പ്രവേശനത്തിനെതിരായ സമരങ്ങളായിരുന്നു. എല്ലാ സമരങ്ങളും നാമജപ സമരങ്ങളായിരുന്നു. ഒരു സമരം പോലും അക്രമ സമരങ്ങളായിട്ടില്ല. അക്രമ സമരങ്ങളായ ചില സമരങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ പത്തനംതിട്ടയിലൊക്കെ ഒരാളുടെ മരണത്തിലേക്കൊക്കെ നയിച്ച മേളിൽ നിന്ന് കല്ലൊക്കെ എറിഞ്ഞ്, അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾക്ക് മരണം സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നമുക്ക് എല്ലാവരോടും നിങ്ങൾ ഇങ്ങനെ തന്നെ നിൽക്കണമെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ടൊരു അക്രമത്തിലേക്ക് അത് മാറും. അതിനപ്പുറത്ത് ഒരിടത്ത് പോലും ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അക്രമ സമരങ്ങളും നടന്നിട്ടില്ല. എല്ലായിടത്തും നാമജപം, ഭക്തജനങ്ങൾ വരുന്നു, അവിടെ ഇരുന്നു പ്രതിഷേധിക്കുന്നു, പോകുന്നു. ഈ പ്രതിഷേധിച്ചു പോയ കേസുകൾ, ആ കേസുകൾ എഴുത്തള്ളുന്നതിൽ എന്ത് കാറ്റഗറിയാണ്? ആ പ്രതിഷേധിച്ച കേസുകളെല്ലാം ഒറ്റ കാറ്റഗറിയിലാണ് പെടുന്നത്. അത് അയ്യപ്പന് വേണ്ടിയിട്ട് നടന്നിട്ടുള്ള സമരമാണ്, ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് നടന്നിട്ടുള്ള സമരമാണ്, ശബരിമല യുവതീ പ്രവേശനത്തിനെ എതിർത്തുകൊണ്ട് നടന്ന സമരമാണ്. അത് വിശ്വാസികളുടെ സമരമാണ്. അത് BJPയുടെയോ കോൺഗ്രസിൻ്റെയോ CPMൻ്റെയോ സമരമല്ല, അത് വിശ്വാസികളുടെ സമരമാണ്. ആ വിശ്വാസികളുടെ സമരത്തെ ഒരു കാറ്റഗറൈസ് ചെയ്യാനും VD സതീശൻ ഞങ്ങൾ അനുവദിക്കില്ല. മുഴുവൻ ആളുകളെയും, മുഴുവൻ സമര കേസുകളും ഒഴിവാക്കുക തന്നെ വേണം, അതിൽ സംശയവും വേണ്ട. എന്തായാലും ഈ സർക്കാർ അധികാരം വേണ്ടിയിട്ട് നാളെ 10 ദിവസം തികയുമ്പോൾ ഇതുവരെ ഈ 2 വിഷയങ്ങളിൽ, സുപ്രധാനമായ 2 വിഷയങ്ങൾ, കേരളത്തിലെ വിശ്വാസി സമൂഹത്തോട് VD സതീശനും UDFും രമേശ് ചെന്നിത്തലയും ഇടയ്ക്കും തലയ്ക്കും പറഞ്ഞുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, നിങ്ങൾക്കെതിരായി ഉണ്ടായിട്ടുള്ള ഈ ഇടതുപക്ഷ സർക്കാർ എടുത്തിട്ടുള്ള ഈ കേസുകൾ മുഴുവൻ പിൻവലിക്കും എന്ന് പറഞ്ഞത് നടന്നിട്ടില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ CBI അന്വേഷണം പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞതും നടന്നിട്ടില്ല. ഈ വിഷയത്തെ BJP ശക്തമായി ചോദ്യം ചെയ്യുമെന്നാണ്. തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. അത് ചോദ്യം ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ അധികാരമാണ് എന്നുള്ളത് പോലെ തന്നെ ജനങ്ങളുടെ അവകാശമാണ്. ജനങ്ങൾ ഞങ്ങളെ വിജയിപ്പിച്ചത്, ഈ പറയുന്ന 140 പേരെ വിജയിപ്പിക്കുമ്പോൾ ഈ LDFിനെതിരായിട്ടുള്ള ശക്തമായ വികാരം ജനങ്ങൾ എന്തുകൊണ്ടാണ് പ്രകടിപ്പിച്ചത്? ഈ ശബരിമല കേസുകൾ ഉൾപ്പെടെ, സ്വർണ്ണക്കൊള്ളയായാലും ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയമായാലും, ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിൽ നിന്നുകൊണ്ടാണ് അവർ കൃത്യമായിട്ട് വളരെ ശക്തമായിട്ടുള്ളൊരു പ്രഹരമാണ് CPMനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ പ്രഹരം CPMനെ ഏൽപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അവർ ചെയ്തിട്ടുള്ള തെറ്റായ നയങ്ങളെ തിരുത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണല്ലോ പുതിയൊരാളെ ഓൾട്ടർനേറ്റ് തീരുമാനം എടുക്കുന്നത്. അവിടെ ഞങ്ങളെ കൂടി അവരിരുത്തിയത്, ഇവർ 2 പേരും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്താൽ അത് ചോദ്യം ചെയ്യാനുള്ള 3ാമത്തെ ശക്തി നിങ്ങളാണ് എന്ന കൃത്യമായ നിലപാടാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അവർ നൽകിയിട്ടുള്ള ആ ഒരു കമാൻഡ് ഉണ്ടല്ലോ, ആ കമാൻഡ് കേരളത്തിൻ്റെ നിയമസഭയിൽ ഞങ്ങൾ കൃത്യമായി ഉയർത്തും. ഒരു സംശയവും, ഒരു തരത്തിലുള്ള സെറ്റിൽമെൻറ്റും അതിൽ ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. നിങ്ങൾ 2 പേരും തമ്മിലുള്ള ഭായി കച്ചവടം ഇനി കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് അനുവദിക്കില്ല. അതിൽ ഏത് തലത്തിലേക്ക് പോകണമോ ആ തലത്തിലേക്ക് ഞങ്ങൾ പോകും. ഇനി ഏതെങ്കിലും കാരണവശാൽ VD സതീശൻ ഈ പറയുന്ന വിശ്വാസികൾ സമൂഹത്തെ ഏതെങ്കിലും തരത്തിൽ ചതിക്കാനോ വഞ്ചിക്കാനോ ഉള്ള ശ്രമം നടത്തിയാൽ അത് ഫ്ലോറിനകത്തും ഫ്ലോറിന് പുറത്തും ഞങ്ങൾ കൃത്യമായി അതിനെ പ്രതിഷേധിക്കും, അതിനെതിരായിട്ടുള്ള നിലപാടെടുക്കും. അതിൽ കൃത്യമായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ജനകീയ മൂവ്മെൻറ്റുകൾ ഉണ്ടാവും. ആ മൂവ്മെൻറ്റുകളിലൊന്നും ഈ VD സതീശന് പിടിച്ചു നിൽക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. കാരണം ജനങ്ങൾ അങ്ങനെയാണ്. ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി, ജനങ്ങൾ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ഒരു സർക്കാരിനെ അധികാരം ഏൽപ്പിക്കുമ്പോൾ അവരുടെ കാര്യങ്ങളിലേക്ക് നോക്കാൻ നിങ്ങൾക്ക് സമയമില്ല. നിങ്ങൾക്ക് മറ്റു പല, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ കേസുകളെക്കുറിച്ചെല്ലാം അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ആ കേസുകളെക്കുറിച്ചെല്ലാം അവർ അന്വേഷണവും പ്രഖ്യാപിച്ചു അതിലേക്കൊക്കെ മുന്നോട്ട് പോയി. എന്തുകൊണ്ടാണ് ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഇവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി നിന്ന പല ആളുകളെയും ഇവരിപ്പോൾ പല സർക്കാർ സ്ഥാപനങ്ങളിലേക്കും പല സെക്ഷനുകളിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവർ നടത്തിക്കോട്ടെ, അതൊക്കെ പൊളിറ്റിക്കൽ തീരുമാനങ്ങളൊക്കെ അവർ നടത്തിക്കോട്ടെ. പക്ഷേ അവിടെയൊക്കെ ഈ പറഞ്ഞ വിശ്വാസി സമൂഹത്തിന് നിങ്ങൾ കൊടുത്തിട്ടുള്ള വാക്കുകളുണ്ട്. ആ വാക്കുകളെല്ലാം നിങ്ങൾ കൃത്യമായി തന്നെ പാലിക്കപ്പെടണം എന്ന് ഉറപ്പുവരുത്താൻ ഞങ്ങളും ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അവിടെ സഭയ്ക്കകത്ത് ഒരു 3ാമത്തെ കണ്ണായി, 3ാമത്തെ കക്ഷിയായി, ജനങ്ങളുടെ നേർശബ്ദമായി, ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട 3 പേരുണ്ട്. ആ 3 പേർ അവിടെ ഉണ്ട് എന്ന ബോധ്യത്തോടു കൂടി വേണം VD സതീശനും പിണറായി വിജയനും കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്തേക്ക് കടന്നു വരാൻ എന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് ഞങ്ങൾക്കുണ്ട്. ആ മുന്നറിയിപ്പ് ജനങ്ങളുടെ മുന്നറിയിപ്പാണ്, ഞങ്ങളുടെ അല്ല, ജനങ്ങളുടെ മുന്നറിയിപ്പാണ്. എന്തായാലും വിശ്വാസി സമൂഹത്തിനെതിരെ ഇത്രയും ക്രൂരമായ രീതിയിലുള്ള അക്രമം അഴിച്ചുവിട്ട പിണറായി വിജയനെയും LDF സർക്കാരിനെയും തൂത്തെറിഞ്ഞ് പുതിയൊരു സർക്കാർ നിലവിൽ വന്നു. ഈ വന്ന പുതിയ സർക്കാർ വിശ്വാസി സമൂഹത്തോട് കാണിക്കുന്ന വഞ്ചനകൾ, അല്ലെങ്കിൽ അഥവാ എന്തെങ്കിലും വഞ്ചനകൾ കാണിച്ചാൽ, വാക്കുകൾ പാലിക്കാതിരുന്നാൽ അതിനെ ചോദ്യം ചെയ്യാൻ ഈ 3 അംഗങ്ങളുള്ള BJPക്ക് കഴിയും എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. നന്ദി.